അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ സമയത്ത് ആൾ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ആളെ കണ്ട സമയത്ത് തന്നെ ഞാൻ അയാളോട് ചോദിച്ചു, എന്താ ഇവിടെ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ നോക്കി ചിരിച്ചു. ഏട്ടനും ആരും ഇവിടെയില്ല, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു, മാഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തന്നാൽ മതി. ശരിക്കും അയാൾ ഇവിടുത്തെ പ്ലംബർ വർക്കിന് വന്നിരുന്നു. ഞാൻ അയാൾക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായി കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ഒരു പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലായിരുന്നു. എങ്കിലും പൈപ്പിൻ്റെ കാര്യങ്ങളും പിന്നെ ഷവറും അതെല്ലാം ഓരോ രീതിയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ആ ഒരു സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അയാളടുത്ത് പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്, ഇവിടെ വേറെ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഇത് വർക്കിന് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ അയാൾക്കായിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു ഷവറിൻ്റെ കാര്യം. അതെല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെയാണ് വർക്ക് ചെയ്യാത്തത്. പെട്ടെന്ന് ഞാനും അയാളും തമ്മിൽ അവിടെ കുളിമുറിക്കകത്ത് കയറി. പെട്ടെന്ന് തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ആള് അത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി, മാഡം ഇത് പെട്ടെന്ന് വർക്കാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, മാഡം ഒന്ന് ഇവിടെ നിന്ന് തന്നാൽ മതി, എനിക്കിട്ട് സഹായത്തിനാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാൾക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇക്വിപ്മെൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ആ സമയത്ത് അയാൾ ഷവർ തുറന്ന സമയത്ത് എൻ്റെ ദേഹത്തേക്ക് വെള്ളമെല്ലാം തെറിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം എൻ്റെ നൈറ്റിയും കാര്യങ്ങളെല്ലാം മാറ്റി പുതിയ നൈറ്റി എടുത്തിട്ടു. ശേഷം അവിടേക്ക് വന്ന സമയത്ത് അയാൾ വീണ്ടും അതിനകത്തിട്ട് എന്തൊക്കെയോ പണിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇപ്പം കഴിയുമോ, കാരണം ഇവിടെ ആകെപ്പാട് മൊത്തം കുളമായിട്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം കുറച്ച് സമയം കൂടെ മാത്രം മതി, അതിനുള്ളിൽ എല്ലാം ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആളും ഞാനും കൂടെ അവിടെ നിന്നു. ശേഷം അയാൾ ആ ഒരു പ്ലംബിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് പൈപ്പ് തുറന്ന സമയത്ത് വീണ്ടും വെള്ളം എൻ്റെ ദേഹത്തേക്ക് തെറിച്ചു വീണു. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, എന്തൊരു കഷ്ടമായിപ്പോയി, വീണ്ടും വെള്ളം വീണല്ലോ, ഞാനിപ്പോൾ നൈറ്റ് മാറ്റിയിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, സോറി മാഡം, ഞാൻ അറിഞ്ഞില്ല, ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പം നൈറ്റ് ഞാൻ വീണ്ടും മാറ്റേണ്ടി വരത്തില്ലേ. പെട്ടെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു, കുറച്ച് സമയം ഇവിടെ നിന്നോളും മാഡം, നൈറ്റി ഇപ്പം മാറ്റേണ്ടതില്ല, കാരണം വീണ്ടും നമ്മൾ ഇപ്പം മാറ്റി വന്നാലും വെള്ളം നനയില്ലേ, അപ്പം എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അവിടുന്ന് കാറ്റെല്ലാം വീശുന്നത് കൊണ്ട് തന്നെ എൻ്റെ ശരീരത്ത് നല്ല തണുക്കുന്നുണ്ടായിരുന്നു, നല്ലപോലെ തണുക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, അതെ, എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ട്, എനിക്ക് നൈറ്റ് ചെയ്തിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, അതാണ്. അന്നേരം പെട്ടെന്ന് തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം വേണമെങ്കിൽ മാഡം പൊക്കോളൂ, ഞാൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് അയാൾ ഒറ്റയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പോകാൻ തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ കുറേ സമയം ഞാനും അയാളും ആ ഒരു കുളിമുറിയിൽ തന്നെ. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ വേറെ ആരുമില്ലേ താമസിക്കുന്നത്, നിങ്ങളും ഭർത്താവും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല ഇവിടെ താമസിക്കുന്നത്. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രൈവസിക്ക് ഇത് തന്നെയാണ് മാഡം നല്ലത്, നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് ഞാൻ അയാളുടെ പറച്ചിൽ ഒന്ന് ചിരിച്ചത്
ഞാൻ ചിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനെങ്ങനെ ചിരിക്കുന്നത്? പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു, അത് വെറുതെ ചിരിച്ചതാണ്, ഇങ്ങനെ ചിരിക്കരുത് മാഡം എന്ന് അയാളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് അയാൾ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, മാഡം ഇങ്ങനെ ചിരിക്കണ്ട കേട്ടോ, ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഓടി വരും എന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ടപ്പോൾ വീണ്ടും ഞാൻ ചിരിച്ചു. മാഡം ഒരു ചിരി കൊടുക്കുക തന്നെയല്ലേ എന്ന് ആളെൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിങ്ങനെ നിന്നു. കുറച്ച് സമയം പരസ്പരം നോക്കി നിന്നു. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സ്മാർട്ടാണ്. അത് കേട്ട സമയത്ത് തന്നെ ആൾക്ക് നല്ല സന്തോഷമായി. ഞാൻ സ്മാർട്ടാണെന്ന് പറയുന്നത് ആൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല, എനിക്ക് തോന്നിയതാണെന്നറിയില്ല, പെട്ടെന്ന് എനിക്കിങ്ങനെ സമയം പോകുന്ന ആൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അയാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡത്തിന് നല്ല വിചാരങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ ചിരിച്ചു. മാഡം ഇങ്ങനെ ചിരിക്കാതെ, മാഡത്തിൻ്റെ ചുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് സാധാരണ ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിങ്ങനെ നിന്നു. അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഷവർ അറിയാതെ കൈതട്ടി ഓണായി. വീണ്ടും വെള്ളം വീണ്ടും തെറിച്ചു വീണു, അതും ഞങ്ങളുടെ രണ്ടുപേരുടെയും ദേഹത്തേക്ക്. ഞാൻ അയാളടുത്ത് പറഞ്ഞു, പക്ഷേ ഇതിപ്പം മൊത്തമായല്ലോ, എവിടേക്ക് പോകണ്ടേ, ഡ്രസ്സ് മാറണോ, അയ്യോ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം ആൾ പറഞ്ഞു, അങ്ങനെ ടെൻഷൻ അടിക്കുന്നു വേണ്ട മാഡം, ഇത് പണിയും കാര്യങ്ങളും ഇപ്പം കഴിയും, അതിനുശേഷം മാഡം പോയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് പിന്നെ കുളിച്ചിറങ്ങി അതിനുശേഷം ഡ്രസ്സെല്ലാം മാറ്റിയാൽ മതി, അപ്പം നല്ലതായിരിക്കും എന്ന് പറഞ്ഞ്. അത് കേട്ട സമയത്ത് തന്നെ ഞാനൊന്ന് പുഞ്ചിരിച്ചു. ആളുടെ ആ ഒരു സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ നല്ല മനസ്സ് കാണിക്കാൻ എന്ന് അയാളെ വിളിച്ച് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ സമയത്ത് തന്നെ അയാളത് പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നല്ല രീതിയിലുള്ള സംസാരം കാര്യങ്ങൾ ഒരു കെയറിങ് അതെല്ലാം നിങ്ങൾ തരുന്നുണ്ട് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. എൻ്റെ ആ സംസാരം കേട്ട സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഹ്യൂമർ സെൻസ് ഉള്ള അയാളാണ് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ ഒരു സമയത്ത് ആ ഒരു കുടുംബത്തിൽ തന്നെ വീട്ടിൽ നിന്ന്. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം വീട്ടിലും ഈ മാക്സി മാത്രം ഇടാറുള്ളൂ, വേറെ ഡ്രസ്സും വെസ്റ്റേണായിട്ടുള്ള ഒന്നും ഇടാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അതിൻ്റേതായ വസ്ത്രധാരണ രീതിയുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ എല്ലാ സമയത്തും അങ്ങനെ വെസ്റ്റേൺ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതൊരു കംഫർട്ട്, എവിടെയെങ്കിലും പോയിട്ട് വന്നാലും പിന്നെ ഡ്രസ്സ് മാറാനാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് കംഫർട്ട് എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു. അത് പറയുമ്പോൾ ആളെന്നെ നോക്കി ചിരിച്ചു. മാഡത്തിന് ഇതും കംഫർട്ടായിരിക്കും, വെസ്റ്റേണും കുറച്ച് കംഫർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോൾ അതും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ചെറിയ വെസ്റ്റേൺ ഡ്രസ്സുണ്ട്, നാളെ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം, വീട്ടിലേക്ക് വാങ്ങിച്ചാണ്, അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല, ഒരു പക്ഷേ മാഡത്തിന് അത് ഇഷ്ടപ്പെടുമായിരിക്കും, ഞാനത് വാങ്ങിച്ചുകൊണ്ട് വെച്ചപ്പോൾ തന്നെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മാഡത്തെ പോലെ സുന്ദരികളായ പെൺകുട്ടികൾക്ക് ആ ഒരു വെസ്റ്റേൺ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നതായിരിക്കും, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ അമർത്താൽ മതി എന്ന് മാത്രം അയാൾ പറഞ്ഞു. അപ്പം ക്യാഷൊന്നും വേണ്ടേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, തുണിക്ക് ക്യാഷൊന്നും വേണ്ട മാഡം, മാഡത്തെ പോലുള്ള സുന്ദരികളൊക്കെ തരുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ ഞാനൊന്ന് സൂചിച്ചു, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും എന്ന് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അയാളുടെ ചോദിച്ചു, എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചു. പെട്ടെന്ന് അയാളുടെ ചോദിച്ചു, മാഡത്തിന് ഇങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ? അത് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ അയാളുടെ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ എന്നേക്കാൾ ഏജ് കുറവുള്ള ഒരാളെ ഒരു നല്ല ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്, അതൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പ്, അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ. അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അയാളത്ത് പറയും, സംസാരിക്കും, അതൊക്കെയുള്ളൂ. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ മാഡം, മാഡത്തിനെന്താ ഞാൻ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാ പ്ലംബിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന്
ആ ഒരു സമയത്ത് അയാൾ പറഞ്ഞു ഞാനൊന്ന് ഇറങ്ങട്ടം വേണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാപ്പി അടിച്ചിട്ട് പോകാം. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.